വോട്ടിംഗ് ശതമാനം ഒരൊറ്റ സൂചികയായി ഉപയോഗിച്ച് തരംഗം പ്രവചിക്കുന്നത് ശാസ്ത്രീയമല്ല. ശബ്ദമുയർത്തി സംസാരിക്കുന്നവൻ, തർക്കുത്തര വിദഗ്ധർ, നിരീക്ഷകർ എന്നിവരെക്കാൾ ഗവേഷകരെ ഉൾപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ നിലവാരം ഉയർത്തും. മെയ് 4-ന് EVMകൾ തരംഗങ്ങളെപ്പറ്റി സംസാരിക്കട്ടെ. ഇന്ത്യ പോലുള്ള വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ എക്സിറ്റ് പോളുകളുടെ കൃത്യതയ്ക്കും നിരവധി പരിമിതികളുണ്ട്. തെരഞ്ഞെടുപ്പ് വിശകലനം ഒരു വിനോദ പരിപാടിയല്ല. റിസാല അപ്ഡേറ്റ്. ഇത്തവണ 79.63% എന്ന ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ് തരംഗത്തിൻ്റെ തെളിവായി പലരും ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ കേരളത്തിലെ കഴിഞ്ഞ 40 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ വോട്ടിംഗ് ശതമാനവും ഭരണമാറ്റവും തമ്മിൽ കാര്യകാരണ ബന്ധമൊന്നുമില്ലെന്ന് കാണാം. 1987-ൽ 80.54% LDF വിജയിച്ചു. 1996 71.16% LDF വിജയിച്ചു. 2011-ൽ 75.27% UDF വിജയിച്ചു. 2021-ൽ 76.7% LDF വിജയിച്ചു. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ കണക്കുകൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ 1987-ലും ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ 1996-ലും അധികാരത്തിൽ വന്നത് ഒരേ മുന്നണിയായ LDF തന്നെയാണ്. അതായത് ഉയർന്ന പോളിംഗ് LDF വിരുദ്ധ തരംഗത്തിൻ്റെ സൂചനയാണെന്ന വാദവും കുറഞ്ഞ പോളിംഗ് ഭരണ പിന്തുണയുടെ സൂചനയാണെന്ന വാദവും രണ്ടും ഇവിടെ നിലനിൽക്കില്ല. അതുപോലെ തന്നെ 2021-ലെ തെരഞ്ഞെടുപ്പിലും താരതമ്യേന ഉയർന്ന വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടും ഭരണ തുടർച്ചയാണ് ഉണ്ടായത്. സാധാരണയായി ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ സൂചനയാണെന്ന മാധ്യമങ്ങളുടെ പതിവ് വ്യാഖ്യാനത്തെ ഇത് ചോദ്യം ചെയ്യുന്നു. വോട്ടിംഗ് ശതമാനം ഒരൊറ്റ സൂചികയായി ഉപയോഗിച്ച് തരംഗം പ്രവചിക്കുന്നത് ശാസ്ത്രീയമല്ല എന്നതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ഉയർന്ന വോട്ടിംഗ് ശതമാനം ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയായേക്കാം, ചിലപ്പോൾ ഭരണ പിന്തുണയുടെ സൂചനയായേക്കാം, ചിലപ്പോൾ പ്രാദേശിക മത്സരങ്ങളുടെ തീവ്രത കൊണ്ടുമാകാം. അതിനാൽ 79.63% എന്ന ഒറ്റ സംഖ്യ അടിസ്ഥാനമാക്കി സംസ്ഥാനതല തരംഗം പ്രവചിക്കുന്നത് ശാസ്ത്രീയമായി വിശകലനമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം മാത്രമാണ്. മാനിപ്പുലേഷനുകളും സാമ്പത്തിക താൽപ്പര്യങ്ങളും. പോളിംഗിനും ഫലപ്രഖ്യാപനത്തിനും ഇടയിലെ ഇടവേളയിൽ നടക്കുന്ന അവകാശവാദങ്ങൾ കേവലം രാഷ്ട്രീയ ചർച്ചകൾ മാത്രമല്ല, സാമ്പത്തികവും രാഷ്ട്രീയവുമായ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയുമാണ് ഇത്തരം വാദങ്ങൾ. തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്കനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ലോകമെമ്പാടും കാണുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. തരംഗം എന്ന നറേറ്റീവ് ഇവിടെ ഒരു മനഃശാസ്ത്രപരമായ ഉപാധിയായി പ്രവർത്തിക്കുന്നു. ഒരു പാർട്ടിയോ മുന്നണിയോ അധികാരത്തിൽ വരുമെന്ന് വ്യാപകമായി പ്രചരിക്കുമ്പോൾ അതിന് 3 പ്രധാന രാഷ്ട്രീയ ഫലങ്ങളുണ്ടാകാം. ഒന്നാമത്, വ്യവസായ ഗ്രൂപ്പുകളും സാമ്പത്തിക ശക്തികളും ഭാവിയിലെ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധം ഉറപ്പിക്കാൻ ശ്രമിക്കാം. ഇത് ഫണ്ട് ശേഖരണത്തിനും രാഷ്ട്രീയ സാമ്പത്തിക ഇടപാടുകൾക്കും വഴിയൊരുക്കും. രണ്ടാമത്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനും തരംഗം പ്രചാരണങ്ങൾ സഹായിക്കും. ഒരു പാർട്ടിയുടെ പ്രവർത്തകർ വിജയം ഉറപ്പാണെന്ന് കരുതുമ്പോൾ അവർ കൂടുതൽ സജീവമാകാൻ സാധ്യതയുണ്ട്. വോട്ടെടുപ്പ് വരെയുള്ള തരംഗം ആഖ്യാനമാണിവിടെ വർക്ക് ചെയ്യുക. മൂന്നാമത്, ഭരണതന്ത്രത്തിൻ്റെ മാനസികാവസ്ഥയെയും ഇത് സ്വാധീനിക്കും.
ഉദ്യോഗസ്ഥ തലത്തിൽ ആരാണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി ചിലപ്പോൾ സമീപന വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ സാഹചര്യത്തിൽ തരംഗം എന്നത് വെറും തിരഞ്ഞെടുപ്പ് പ്രവചനമോ വിശകലനമോ അല്ല, രാഷ്ട്രീയ അന്തരീക്ഷം നിർമ്മിക്കുന്ന ഒരു ഉപാധിയാണ്. മാധ്യമങ്ങൾ ഈ നെറേറ്റീവുകൾ ആവർത്തിക്കുമ്പോൾ അവ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അതിനാൽ ഇത്തരം അവകാശവാദങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കാതെ പ്രചരിക്കുന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എക്സിറ്റ് പോളുകളും ശാസ്ത്രീയ വിശകലനത്തിൻ്റെ കാലതാമസവും. വരാനിരിക്കുന്ന എക്സിറ്റ് പോളുകളും പലപ്പോഴും പിഴക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ എക്സിറ്റ് പോളുകളുടെ കൃത്യതയ്ക്ക് നിരവധി പരിമിതികളുണ്ട്. വോട്ടർമാർ തങ്ങളുടെ യഥാർത്ഥ താൽപ്പര്യം മറച്ചു വെക്കുന്ന പ്രിഫറൻസ് ഫാൾസിഫിക്കേഷൻ ഒരു പ്രധാന ഘടകമാണ്. ചിലപ്പോൾ വോട്ടർമാർ രാഷ്ട്രീയമായി സുരക്ഷിതമായ ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കും. ചിലപ്പോൾ അവർ വോട്ട് ചെയ്ത പാർട്ടിയെ തുറന്നു പറയാൻ മടിക്കും. ഇതോടൊപ്പം എക്സിറ്റ് പോളുകൾ സാധാരണയായി പരിമിതമായ സാമ്പിൾ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സമാനമായി ഡാറ്റ ശേഖരിക്കാൻ സാധിക്കാറില്ല. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വോട്ടർമാരുടെ പ്രതികരണത്തിൽ വ്യത്യാസങ്ങളുണ്ടാകാം. ഇതിലുപരി അവസാന നിമിഷ വോട്ടിംഗ് ലാസ്റ്റ് മിനിറ്റ് സ്വിംഗ് ഉണ്ടല്ലോ, അതുപോലുള്ള ഘടകങ്ങൾ എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കാതെ പോകാം. ചില വോട്ടർമാർ അവസാന നിമിഷത്തിലാണ് തീരുമാനമെടുക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എക്സിറ്റ് പോളുകൾക്ക് പിടികിട്ടാറില്ല. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ രാഷ്ട്രീയ പഠന കേന്ദ്രമായ CSDS ലോക്നിറ്റിയുടെ പഠനങ്ങൾ പോലും തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമാണ് ലഭ്യമാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ശാസ്ത്രീയമായി കൃത്യമായ വിശകലനം നടത്താൻ പോസ്റ്റ് പോൾ സർവേകളും വിശദമായ ഡാറ്റയും ആവശ്യമാണ്. അതിനാൽ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വിനോദപരമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് സഹായകമായേക്കാം. എന്നാൽ അവയെ ശാസ്ത്രീയ പ്രവചനമായി കണക്കാക്കുന്നത് തെറ്റായിരിക്കും. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം. കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ പ്രേക്ഷകരോട് കുറച്ചുകൂടി നീതി പുലർത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമ ചർച്ചകൾ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ ചാനൽ റേറ്റിംഗിന് വേണ്ടിയുള്ള വിനോദമായി തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളെ മാറ്റുന്നത് വായനക്കാരോടുള്ള അനീതിയാണ്. മാധ്യമങ്ങൾ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള വിശകലനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സർവേകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അവയുടെ രീതിശാസ്ത്രം വ്യക്തമാക്കണം. അഭിപ്രായങ്ങളെ വിശകലനമായി അവതരിപ്പിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇതോടൊപ്പം മാധ്യമങ്ങൾ രാഷ്ട്രീയ നെറേറ്റീവ് നിർമ്മിക്കുന്നതിലും പങ്കാളികളാകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. തരംഗം പോലുള്ള ആശയങ്ങൾ ആവർത്തിച്ച് പ്രചരിക്കുന്നത് രാഷ്ട്രീയ അന്തരീക്ഷത്തെ സ്വാധീനിക്കും. അതോടൊപ്പം മറ്റൊരു പ്രധാന പ്രശ്നവും ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ന്യൂസ് റൂമിൽ തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി പ്രത്യേക പരിശീലനം നേടിയ സൈക്കോളജിസ്റ്റുകളുടെയും ഗവേഷകരുടെയും കുറവ് പ്രകടമാണ്. പലപ്പോഴും ഡാറ്റ വിശകലനം ചെയ്യാനുള്ള പരിശീലനമോ പരിജ്ഞാനമോ ഇല്ലാത്തവരും രാഷ്ട്രീയ വിജ്ഞാനീയ പശ്ചാത്തലമില്ലാത്തവരുമാണ് തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ പ്രധാന ശബ്ദങ്ങളാകുന്നത്. വ്യക്തമായി സംസാരിക്കുന്ന കഴിവും ഉയർന്ന ശബ്ദത്തിൽ വാദിക്കുന്ന കഴിവും തെരഞ്ഞെടുപ്പ് വിശകലനത്തിനുള്ള യോഗ്യതയായി മാറുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രധാന ചാനലിലെ പ്രശസ്തനായൊരു അവതാരകൻ യൂണിവേഴ്സിറ്റി തലത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളിൽ എത്രമാത്രം മെത്തഡോളജിക്കൽ റിഗർ ഉണ്ടെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിശകലനം പ്രത്യേക പരിശീലനം ആവശ്യമായ മേഖലയാണ്. സാമ്പിൾ പഠനങ്ങൾ, സ്ഥിര വിവരക്കണക്കുകൾ, സ്വിംഗ് വിശകലനം, ട്രെൻഡ് ഡാറ്റ വിലയിരുത്തൽ, പ്രാദേശിക ഘടകങ്ങൾ തിരിച്ചറിയൽ തുടങ്ങിയ കഴിവുകൾ ആവശ്യമാണ് ഈ രംഗത്ത്.
അന്താരാഷ്ട്ര തലത്തിൽ ക്രെഡിബിലിറ്റിയുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രത്യേക സൈഫോളജി ടീമുകൾ പ്രവർത്തിക്കുന്നത് സാധാരണമാണ്. ഗവേഷകരും ഡാറ്റ അനലിസ്റ്റുകളും രാഷ്ട്രീയ ശാസ്ത്രജ്ഞരും ചേർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ തയ്യാറാക്കുന്നത്. കേരളത്തിലെ ന്യൂസ് റൂമുകളിലും ഇത്തരം പ്രൊഫഷണൽ സമീപനം ആവശ്യമുണ്ട്. ശബ്ദമുയർത്തി സംസാരിക്കുന്നവർ, തർക്കുത്തര വിദഗ്ധർ, നിരീക്ഷകർ എന്നിവരെക്കാൾ ഗവേഷകരെ ഉൾപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ നിലവാരം ഉയർത്തും. മെയ് 4-ന് EVMകൾ തരംഗങ്ങളെപ്പറ്റി സംസാരിക്കട്ടെ. അതുവരെ ഇത്തരം ഊഹാപോഹങ്ങൾ ചായക്കടകളിലെ രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറത്തേക്ക് വളർത്താതിരിക്കാനുള്ള വിവേകം മാധ്യമങ്ങൾ കാണിക്കണം. തെരഞ്ഞെടുപ്പ് വിശകലനം ഒരു വിനോദ പരിപാടിയല്ല. അത് ജനാധിപത്യത്തെ മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയ ശ്രമമാണ്. ആ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണിത്. മുഹമ്മദ് അലി പുത്തൂർ.